അനുമോളെ പേഴ്സണലി അറിയാതെ എന്തിനാണ് ഒരാളെ കുറ്റം പറയുന്നത്? അതെ അതെ ഇപ്പൊ ചെന്നൈനെ പേഴ്സണലി അറിഞ്ഞിട്ട് കുറ്റം പറഞ്ഞ ന്യായമുണ്ട്. എന്നാലും കുറ്റം പറയാൻ പാടില്ലാന്നേ. തികഞ്ഞാൻ ആരും ഉണ്ടോ? ഞാൻ തികഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ഒരുപാട് മോശ വശമുണ്ട്, നല്ല വശമുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ തികഞ്ഞവര് പറയുക, അല്ലാതെ ഒരു ഷോ കണ്ടിട്ട് ഷോയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾ മോശമാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ട് പെയിന്റ് അടിക്കുക, അയാൾ മോശമാണ് അങ്ങ് എഴുതുക. ഒരു റൂമിലിരുന്ന് ഒരു മൊബൈൽ ഉണ്ടാവും, ദശാനും രാമു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അത് വെച്ചിട്ട് എഴുതാണ്, അങ്ങനെ മോള് ഇങ്ങനെ മോള് അവൾ അങ്ങനെ അവൾ തോക്കട്ടെ. എനിക്ക് തോന്നുന്നു സീസൺ 1 to സീസൺ 7 എടുത്ത് നോക്കുമ്പോ ഞാനൊക്കെ സീസൺ 1 ടിവിയിലായിരുന്നു ഫുൾ ടൈം. ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കയറും നമുക്ക് ഫുൾ ടൈം. അപ്പൊ ഫാമിലി മൊത്തം ടിവിയിൽ. ഇപ്പൊ അങ്ങനെയല്ല, ടിവിയിലല്ല, ഇപ്പൊ എല്ലാം ഞങ്ങൾ ഹോട്ട്സ്റ്റാർ ഫോണിലൊക്കെയാണ് കാണുന്നത്. നമ്മളൊരു റീ എൻട്രി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ഇളക്കവും എന്തൊക്കെയാ നടക്കണ്ടാത്ത പല സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഫിനാലയോട് അടുക്കുമ്പോ നിൽക്കുന്നത്. നമ്മള് റീ എൻട്രി എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ വരെ കണ്ടേക്കണ എന്താ ഭയങ്കര ജോളി, എന്താ പറയാ, ഒരു കോളേജ് റീയൂണിയൻ പോലെയാണ്. ഞാനിപ്പോ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പൊ റീ എൻട്രി ആളുകളൊക്കെ അവരെ വെളുപ്പിക്കാൻ വേണ്ടി പോയപോലെ. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാം, എന്നിട്ട് അവരങ്ങനെ അറ്റാക്ക് ചെയ്യാം. അവർ അനുമോളുടെ ഫാൻ ബേസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയാ, ഇത് ഹേറ്റേഴ്സും ഉണ്ട് സപ്പോർട്ടേഴ്സും ഉണ്ട്, ഒരു ഈക്വൽ ആയിട്ട് നിൽക്കാം. അപ്പൊ ആ ഹേറ്റിലേക്ക് കൂടുതൽ ഫോഴ്സ് ചെയ്യാം.